Hi dears, welcome back to Variety Recipes. ഇന്നൊരു മെഴുക്കുപുരട്ടിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ചോറിനും ചപ്പാത്തിക്കും കഴിക്കാൻ പറ്റിയ വളരെ നല്ലൊരു മെഴുക്കുപുരട്ടിയാണിത്. കൊത്തമര മെഴുക്കുപുരട്ടിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ ഇത് തോരനാണ് എല്ലാവരും വയ്ക്കുന്നത്. പക്ഷേ ഇതുപോലെ ഉണ്ടാക്കിയാൽ വളരെ നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിക്കും ചോറിനും വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 200 ഗ്രാം കൊത്തമരക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം. നമ്മളിത് ഒടിയണം, അതേപോലെ ഉള്ളതായിരിക്കണം. എന്നാലേ ഇത് നമ്മൾ ഇതുപോലെ മെഴുക്കുവരട്ടി എടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് വളരെ ചെറുതായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കണം. അതായത് കൂടുതൽ വലുതും വേണ്ട, കൂടുതൽ ചെറുതും ആവരുത്. അതായത് ഒരു 1/2 ഇഞ്ച് വലിപ്പത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ 1/2 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനതെല്ലാം 1/2 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തീരെ പൊടി പോലെ അരിയാനും പാടില്ല, കൂടുതൽ വലുതാവാനും പാടില്ല. നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് കേട്ടോ ഇതിന് വേണ്ടത്. നമ്മളുടെ നാടൻ മെഴുക്കുപുരട്ടിയാണിത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്താലേ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഇതിൽ കൂടുതൽ സ്പൈസിയും അല്ലാത്തൊരു മെഴുക്കുപുരട്ടിയാണിത്. അല്ലെങ്കിൽ മെഴുക്കുപുരട്ടിയിൽ കൂടുതൽ മുളക് പൊടിയും ഇതൊക്കെ ചേർത്താൽ അത്രയ്ക്ക് ടേസ്റ്റൊന്നും വരില്ല. നമ്മൾ നേരിയതായിട്ട് ഉള്ള മസാലയുള്ള മെഴുക്കുപുരട്ടിയാണ് കൂടുതലും നല്ലത്. സവാള ഒന്ന് നിറം മാറി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ നാടൻ മുളക് പൊടിയാണ് ചേർക്കുന്നത്. കൂടുതലൊന്നും വേണ്ട. 200 ഗ്രാം കൊത്തമരയ്ക്കാണ് ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഒരു 2 മിനിറ്റ് വഴറ്റി കൊടുക്കണം. എന്നാലേ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുള്ളൂ. അല്ലെങ്കിൽ എരിവിൻ്റെ കുത്തലുണ്ടാകും. അതുകൊണ്ട് 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കുക. പച്ച വേപ്പില, അതായത് നല്ല ഫ്രഷ് ആയിട്ടുള്ള വേപ്പില ചേർക്കുന്നതാണ് നല്ലത്. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. 1 മിനിറ്റ് ഒന്ന് വേപ്പിലയോട് കൂടി തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഉപ്പ് കൂടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ ബീൻസിന്, ക്ലസ്റ്റർ ബീൻസിന് കുറച്ച് നേരിയൊരു കയ്പ്പുള്ളതാണ്. അപ്പോൾ ഉപ്പ് കൂടിയാൽ കൂടുതൽ കയ്പ്പ് രസം തോന്നും. ഇതിലേക്ക് ഇനി 1/4 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൊത്തമര ചേർത്ത് കൊടുക്കുക. അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. കൂടുതൽ വെള്ളം ചേർത്താൽ അത് വറ്റുന്നത് വരെ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴേക്കും ഇതിലെ വിറ്റമിൻസൊക്കെ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. സാധാരണ ഇതിൻ്റെ പച്ചനിറം മാറാതെ തന്നെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. ഇത് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്യുക. 2 മിനിറ്റിന് ശേഷം തുറന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതിൻ്റെ പച്ചനിറം ഒന്നും മാറിയിട്ടൊന്നുമില്ല. പക്ഷേ ഇത് പെട്ടെന്ന് വേവും, അധികം വേവൊന്നുമില്ല. മീഡിയം ഹീറ്റിലാണ് നമ്മൾ കുക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ നന്നായിട്ട് ഏകദേശം കുക്കായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് 1 മിനിറ്റ് മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്യാം. ഒരു മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായി, നല്ല തേങ്ങയൊക്കെ നന്നായിട്ട് ഈ കൊത്തമരയുമായിട്ട് ചേർന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ് ഇതിന്. കണ്ടോ, ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കൂടുതലങ്ങോട്ട് വെന്ത് ഉടഞ്ഞു പോകാതെ എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനിത് ഒരു സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു മെഴുക്കുപുരട്ടിയാണിത്. വളരെ ഹെൽത്തിയുമാണ്. ചോറിനും ചപ്പാത്തിക്കും വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ ഇതിൻ്റെ പച്ചനിറം മാറാതെ തന്നെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. കൂടുതൽ വെള്ളം ഒഴിക്കാതെ വളരെ കുറച്ച് വെള്ളത്തിൽ ഇത് കുക്ക് ചെയ്തെടുത്താൽ വളരെ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു മെഴുക്കുപുരട്ടി കിട്ടും. ഇതിൻ്റെ വിറ്റമിൻസും ഒന്നും നഷ്ടപ്പെടില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയിൽ കാണാം. താങ്ക് യു.